ഹലോ, അസ്സലാമു അലൈക്കും. ഒരുപാട് ദിവസമായിക്കണല്ലേ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 15 മിനിറ്റ് മതി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്. നല്ല നെയ്ച്ചോറുക്കും പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തന്നിട്ടും കൂടി സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങൻ്റെ പകുതിയാണ് കേട്ടോ. ഒരു തേങ്ങൻ്റെ അല്ല, ഒരു അരമുറി തേങ്ങൻ്റെ പകുതി ട്ടാ. അരമുറി തേങ്ങ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു തേങ്ങൻ്റെ പകുതി, അതിൻ്റെയും പകുതി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5, 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ട്ടോ. പിന്നെ അതാ ഞാൻ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് മുഴുവനായിട്ടുള്ള മല്ലി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുള്ള മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണ് കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2, 3 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2, 3 സാധനം എന്തായാലും സ്കിപ്പ് ചെയ്യരുത് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ ഇതാ എളുപ്പമാണ് പരിപാടി. ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലെല്ലാം ഓൾ സ്പൈസസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഈ പെരുംജീരകം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കണതിൽ കൂട്ടിയിട്ട് അരച്ചെടുത്താലും മതി ട്ടോ. അപ്പോൾ ഞാനിതിൽ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല ട്ടോ. അരച്ചത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഒരു ഭാഗത്ത് വെക്കുക. പിന്നെ അതാ കുക്കറിലേക്ക് ഒരു 2 സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊത്തി അരിഞ്ഞതാണ് ട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒരുപാട് വഴറ്റി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയെടുക്കും ട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കും നമ്മളൊരു 2 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കണം ട്ടോ. അപ്പോൾ ഇതാ 2 ചുവന്ന മുളക് ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഇട്ട് കൊടുത്തതാണ് ട്ടോ. പിന്നെ അതാ 2 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇതൊരു 700 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും എടുത്തത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ചിക്കൻ്റെ കറിക്ക് എങ്ങനെയാണോ പീസ് വേണ്ടത് അതേപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ചിക്കനിലേക്കാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ പറയുന്ന പൊടികളൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല ഒരു 1.5 ടീസ്പൂണോളം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാധാ നമ്മൾ മുളക് പൊടിയാണ് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓവറായിട്ട് എരിവൊന്നുമില്ല. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒരു 1, 2 മിനിറ്റ് മിക്സാക്കി കൊടുക്കുക ട്ടോ. ഇത് എന്തായാലും നമ്മൾ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി ചിക്കനിലേക്കൊന്ന് ചേർന്ന് പിടിക്കുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ട്ടോ. ഇത് ഈ മിക്സിങ്ങിൽ നമ്മൾ ഈ ചിക്കൻ്റെ കളറും ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും ട്ടോ. നമ്മളിപ്പോൾ ചിക്കൻ ഒരു വെള്ള കളറല്ലേ, അപ്പോൾ ഇതിൽ ഈ മസാല ഒക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ലൊരു കളറിലായി വരും. ഇപ്പോൾ തന്നെ നല്ല മണം വരും ട്ടോ. ഈ ചിക്കൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ ഇതേപോലെ ചിക്കൻ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് കൊടുക്കണം. ഒരുപാട് വെറൈറ്റി ചിക്കൻ കറീസ് ഉണ്ട് ട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് നല്ലോണം പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് ട്ടോ തേങ്ങ ഒക്കെ. അപ്പോൾ അതൊരു ചെറിയൊരു ഗ്രീൻ കളറിലേക്കാരം നമുക്ക് അരച്ചത് കിട്ടിയിട്ടുണ്ടാവല്. ആ അരപ്പിന് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. നമ്മൾ മല്ലിൻ്റെ ഇലയും ഒക്കെ ഇട്ട് അരച്ചതല്ലേ, കസ്കസും ഒക്കെ ഇട്ട് അരച്ചതുകൊണ്ട് തന്നെ നല്ലൊരു മണമായിക്കാരം. അതും കൂടി ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അരച്ച അരപ്പ് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കുക്കർക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറിക്ക് എത്ര വെള്ളമാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടാന്ന് നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. പിന്നെ ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ വെള്ളമൊക്കെ കറക്റ്റിന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതിൽ തക്കാളി ചേർത്തിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ
അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ അരപ്പിട്ട് മിക്സ് ആക്കിയില്ലേ, ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കട്ടോ. തൈര് ഇതേമാതിരി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കാൻ പണിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിലിട്ട്ക്കാണ്ട് ഒന്നിങ്ങനെ സ്പൂണായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ടൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ നല്ലോണം 2 ടേബിൾ സ്പൂണോളം തൈരും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിലാണ് ഞാൻ വരുത്തിയിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ 3 വിസിൽ, ബ്രോയിലർ ചിക്കൻ അല്ലേ. അപ്പോൾ 3 വിസിൽ ഞാൻ വരുത്തിയതിന് ശേഷം ഇതിപ്പോൾ തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇതിങ്ങോട്ട് തുറക്കുമ്പോഴുള്ള മണം ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മണം ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നൽ ഇതിലേക്ക് നെയ്ച്ചോറ് വേണമെന്ന് കഴിക്കാറ് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും കഴിയും. ഞങ്ങളിത് പൊറാട്ടൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ നല്ലോണം ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങോട്ട് ചേരുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക മണവും ആ ടേസ്റ്റും. നമ്മൾ എന്തായാലും ഇത് വീണ്ടും 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 ഈ കറി ഉണ്ടാക്കി നോക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും, എൻ്റെ കൂട്ടുകാരൊക്കെ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ കേട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഉപ്പുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോയെന്നൊക്കെ നോക്കുക. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ, ഞാൻ ഒന്നും കൂടി പറയണേ, കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു. വയനാട്ടിലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു മടിയായിരുന്നു വീഡിയോ ഒക്കെ ഇടാനിട്ട്. അപ്പോൾ അതുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടൊന്ന് കൂടി ഉഷാറാവണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നൂറ തിരൂർ.